ആഗോള അയ്യപ്പ സംഗമം വാണിജ്യ താൽപര്യം മാത്രമെന്ന ഭാരതീയ വിചാര കേന്ദ്രം. അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് പണപ്പിരിവെന്നും വിമർശനം ശക്തമായി ഉയരുകയാണ്. വികസനത്തെപ്പറ്റി പറയുന്നത് ശബരിമല മാസ്റ്റർ പ്ലാൻ ഫലപ്രദമായി നടപ്പിലാകാത്തവരാണ്. ക്ഷേത്ര നടത്തിപ്പിൽ ഇടത് സർക്കാർ കക്ഷി രാഷ്ട്രീയം കലർത്തുന്നുവെന്നും വിചാര കേന്ദ്രം അഭിപ്രായപ്പെട്ടു. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് പ്രജിത്ത് മോഹനനാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രജിത്ത്, നേരത്തെ തന്നെ ഉയർന്നിരുന്ന വാദമാണ്. ആ വാദത്തിൽ ശക്തമായി തന്നെ അടിവരയിട്ടുകൊണ്ട് ഭാരതീയ വിചാര കേന്ദ്രം നിലപാടെടുക്കുന്നു. അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സർക്കാർ നടത്താൻ പോകുന്നത് കൃത്യമായ പണപ്പിരിവ് ലക്ഷ്യത്തോടെയാണ് എന്ന വാദം തന്നെയാണ് അവരും ഊന്നിപ്പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ സംസ്ഥാന സമിതി ഒരു യോഗം ചേർന്നതും സർക്കാർ സംഘടിപ്പിക്കാൻ പോകുന്ന അയ്യപ്പ സംഗമത്തിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കുന്നതും. കൃത്യമായി ഈ പ്രമേയത്തിലൂടെ ഭാരതീയ വിചാര കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്ന ആശങ്കകളും ഹിന്ദു സമൂഹത്തിനിടയിൽ ഈ സർക്കാർ സംഘടിപ്പിക്കുന്ന ഈ അയ്യപ്പ സംഗമത്തിനെതിരായിട്ടുള്ള വികാരവും തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൃത്യമായി വാണിജ്യ താല്പര്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു പരിപാടി നടത്തുന്നത് എന്നുള്ളതാണ് വിചാര കേന്ദ്രം പ്രമേയത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ സംഘടിപ്പിക്കുന്നത് ദേവസ്വം ബോർഡാണെന്ന് പറയുന്നെങ്കിലും ഇതിന് മുൻകൈ എടുക്കുന്നതും മറ്റ് കാര്യങ്ങളുമെല്ലാം ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ പരിപാടിയാണ് എന്നുള്ള കാര്യവും അടിവരയിട്ട ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട്. സർക്കാരിനെ ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ആത്മാർത്ഥതയുണ്ടെന്ന് കരുതാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പണപ്പിരിവ് മാത്രമായിരിക്കും മറ്റ് പരിപാടികളുടെ കൂട്ട് തന്നെ പണപ്പിരിവ് മാത്രമായിരിക്കും ഈ പരിപാടിയുടെ ലക്ഷ്യമെന്നും ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പ്രമേയത്തിൽ പറയുന്നുണ്ട്. സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ കൃത്യമായി സംശയമുണ്ട്. കാരണം സർക്കാർ വികസനം എന്ന് പറയുമ്പോഴും അത് ഇതുവരെ ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സർക്കാർ സംവിധാനത്തിനാണ് 9 വർഷം ഭരിക്കുന്നു. അപ്പോൾ അതുപോലും ചെയ്യാൻ കഴിയാത്ത സർക്കാർ സംവിധാനമാണ് ഇപ്പോൾ ഇത് വികസനത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് സംശയാസ്പദമാണ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ സനാതനധർമ്മ വിരുദ്ധരായിട്ടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധിയും ഒക്കെ ക്ഷണിച്ചത് സർക്കാരിന് പ്രത്യേകിച്ച് ഈ പരിപാടിയോടുള്ള അല്ലെങ്കിൽ സർക്കാരിന് ആത്മാർത്ഥതയില്ലാത്ത സമീപനമാണ് എന്നുള്ളതിന് വ്യക്തമാണ് എന്നുള്ളത് പറയുന്നു. ഇനി വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെങ്കിൽ കൃത്യമായി ഇതുവരെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സർക്കാർ എന്തൊക്കെയാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളത് ജനങ്ങളോട് പറയണം. അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളുടെ വരുമാനത്തെ പറ്റിയുള്ളതും ചെലവുകളെ പറ്റിയുള്ളതുമൊക്കെ അതും പൊതുജന സമക്ഷത്തിൽ വെക്കാൻ സർക്കാർ തയ്യാറാകണമെന്നുള്ളൊരു നിലപാട് ഭാരതീയ വിചാര കേന്ദ്രം സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ഇടതുപക്ഷ സർക്കാർ ഈ പറയുന്ന രീതിയിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്നുള്ളതും ഭരണസമിതികളിലൊക്കെ രാഷ്ട്രീയക്കാരെ കുത്തിനിറക്കുകയും കക്ഷി രാഷ്ട്രീയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ള വിമർശനവുമുണ്ട്. വിവിധ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കൊല്ലം മുതുപിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രമടക്കമുള്ള സ്ഥലങ്ങളിലെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഏറ്റുമാനൂർ ക്ഷേത്രത്തിലടക്കമുള്ള വിഷയങ്ങളൊക്കെ ഈ പറയുന്ന പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തത്വമസി സന്ദേശം പ്രചരിപ്പിക്കാനാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ള ദേവസ്വം മന്ത്രിയുടെ പ്രസ്താവന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയും കാപട്യവുമാണെന്നുള്ള ഒരു പരിഹാസ രൂപത്തിലുള്ളൊരു വിമർശനവും ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രവിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വരണമെന്ന ആഹ്വാനവും ഈ പ്രമേയത്തിലൂടെ ഭാരതീയ വിചാര കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നു. രാഖി.